ഒരു മാസ്റ്റർ പീസ് ഐറ്റം തന്നെയാണ് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ഇക്കഴിഞ്ഞ 96th ഓസ്കാറിൽ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം അതുപോലെ തന്നെ ബെസ്റ്റ് സൗണ്ട് കാറ്റഗറിയിൽ ഈ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയിരുന്നു. എന്തുകൊണ്ട് ബെസ്റ്റ് സൗണ്ട് കാറ്റഗറിയിൽ അവാർഡ് കിട്ടി എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉത്തരം ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. 2014 മാർട്ടിൻ അമിസ് എഴുതിയിട്ടുള്ള ഇതേ ടൈറ്റിലുള്ള ഒരു ബുക്കിന്റെ ഒരു അഡാപ്റ്റേഷൻ തന്നെയാണ്, ഒരു ഫിലിം അഡാപ്റ്റേഷൻ ആണ്. ആൻഡ് ഈ ഫിലിം അഡാപ്റ്റേഷനിൽ റിയൽ സ്റ്റോറിയിൽ, ഞാൻ നോവലിൽ മെൻഷൻ ചെയ്ത സ്റ്റോറിയിൽ കുറെയൊക്കെ ഫിക്ഷണലൈസ്ഡ് ആണ്, പക്ഷെ അതിനേക്കാളും കൂടുതൽ റിയൽ ലൈഫിൽ നടന്ന സ്റ്റോറിയാണ് ഇതിൽ അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ജോനാഥൻ ഗ്ലേസർ അദ്ദേഹത്തിന്റെ ഈ സിനിമയുടെ മൊത്തം ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ കണ്ടു കഴിഞ്ഞാൽ റുഡോൾഫ് ഹോസ് ആൻഡ് ഹെഡ്വിഗ് ഗോസ്, അതായത് ഔഷ്വിറ്റ്സിലുള്ള ജർമ്മൻ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ഒരു കമാൻഡർ ആയിട്ടുള്ള റുഡോൾഫ് ഹോസിന്റെ ആ ഒരു ലൈഫാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ഒരു ചുമരപ്പുറം അല്ലെങ്കിൽ ഒരു മതിലിനിപ്പുറം താമസിക്കുന്ന അദ്ദേഹത്തിന്റെ ഫാമിലി, മക്കള്, ഭാര്യ, അതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ഹെൽപ്പേഴ്സ്, അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ഹെൽപ്പേഴ്സ്, നേറ്റീവ്സ്. ആൻഡ് ഇതിന്റെ അപ്പുറത്താണെങ്കിലോ കോൺസെൻട്രേഷൻ ക്യാമ്പ്. പക്ഷെ സിനിമയിൽ എവിടെ പോലും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒരു ടോർച്ചറിങ് സീൻ പോലും അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കേൾക്കാൻ പറ്റുക മൊത്തം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിലൂടെയാണ്. ഇടയ്ക്ക് അവിടെയുള്ള ഒരു ഗൺസിന്റെ ഷോട്ട് നമുക്ക് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ പല രീതിയിലുള്ള ആൾക്കാരുടെ സ്ക്രീമിങ്ങുകളൊക്കെ കേൾക്കാൻ പറ്റും. പക്ഷെ ഇപ്പുറത്താണെങ്കിൽ ഇവരുടെ ഒരു കളർഫുൾ ആയിട്ടുള്ള ലൈഫാണ് കാണിച്ചിങ്ങനെ പോകുന്നത്. ആൻഡ് അത്രയും ആ ഒരു ഇന്റൻസിറ്റി കേൾക്കുന്ന ആ ഒരു സൗണ്ടിൽ തന്നെ കൊണ്ടുവരാൻ ഇവർക്ക് പറ്റി എന്നുള്ളത് തന്നെയാണ് എന്തുകൊണ്ട് ഓസ്കാറിലെ ബെസ്റ്റ് സൗണ്ട് കാറ്റഗറിയിൽ ഇതിന് അവാർഡ് കിട്ടി എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ആൻസർ. ആൻഡ് ഇതിന്റെ ട്രിവ്യ കുറെയൊക്കെ അന്വേഷിച്ച് പോയപ്പോൾ അറിയാൻ പറ്റിയ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, ഈ ഒരു ഇവരുടെ ലൈഫ് ഫാമിലി ഇപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ ജീവിച്ചു പോരുന്ന സമയത്ത് തന്റെ സബോർഡിനേറ്റ്സിന് കർശനായിട്ടുള്ള നിർദ്ദേശങ്ങൾ റുഡോൾഫോസ് കൊടുത്തിരുന്നു. കാരണം ഒരു കാരണവശാലും ഒരാൾക്കാരുടെയും സൗണ്ടുകൾ ഇങ്ങോട്ടേക്ക് അങ്ങനെ കേൾക്കാത്ത രീതിയിൽ ഒരു മോട്ടോർ എഞ്ചിൻ എപ്പോഴും ഇങ്ങനെ അവിടെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കണം. കാരണം സിനിമയിൽ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലയിടത്തും ആ ഒരു മോട്ടോർ എഞ്ചിന്റെ സൗണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ കേൾക്കാൻ പറ്റും. ആൻഡ് അന്ന് അദ്ദേഹം റിയൽ ലൈഫിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അത് അവരവിടെ കൊണ്ടുവരാൻ തന്നെ ശ്രമിച്ചു. ആൻഡ് ഈ സിനിമയുടെ ഒരു സ്റ്റോറിയിൽ ഒരു രാത്രി സമയത്ത് ഒരു പെൺകുട്ടി ഒരു ചില കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ പോയിട്ട് അവിടെ ഈ ജൂതന്മാര് വർക്ക് ചെയ്യുന്ന ചില ടൂൾസിന്റെ ഇടയിൽ ആപ്പിളൊക്കെ കൊണ്ടുപോയിക്കുന്ന ഒരു തെർമൽ ലെൻസിൽ എടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ശരിക്കും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പോളിഷ് ഗേൾ ആയിട്ടുള്ള അലക്സാൻഡ്രിയ ആ ഒരു സമയത്ത് ഇപ്പൊ കോൺസെൻട്രേഷൻ ക്യാമ്പ് അവിടെ അത്രത്തോളം ഭയങ്കര രീതിയിൽ നടന്നിരുന്ന സമയത്ത് രാത്രി സമയങ്ങളിൽ ഈ ജൂതന്മാരെ പണിക്ക് കൊണ്ടുവരുന്ന ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ്സ് ഉണ്ട്. അവിടെ അവർ യൂസ് ചെയ്യുന്ന ടൂളിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ആപ്പിളുകളൊക്കെ സൂക്ഷിച്ചു വെക്കായിരുന്നു. ആൻഡ് ജോനാഥൻ ഗ്ലേസർ ഈ സിനിമയുടെ ആ ഒരു മേക്കിങ്ങിന്റെ സമയത്ത് ഈ സൈറ്റുകളൊക്കെ പോയി കാണുന്ന സമയത്ത്, ഷൂട്ടിംഗ് സൈറ്റ്സ് ഒക്കെ പോയി കാണുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു സംഭവം നടന്നതായിട്ട് അറിഞ്ഞു. ഞാൻ അവിടെയുള്ള നേറ്റീവ് ആയിട്ടുള്ള അവിടുത്തെ ഒരു നേറ്റീവ് ഗേൾ ആയിട്ടുള്ള അലക്സാൻഡ്രിയ, അന്ന് ഇപ്പൊ ഒരു 90 വയസ്സ് അവർക്ക് ഉണ്ടായിരുന്നു. ആൻഡ് അവരുടെ അടുത്ത് പോയിട്ട് ഇതിനെ കുറിച്ചിട്ട് ചോദിച്ചറിയും. ഈ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സീൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് അദ്ദേഹം വളരെയധികം ഒരു ഇൻസ്പയർഡ് ആവുകയും ചെയ്യായിരുന്നു. ആൻഡ് ഈ സിനിമ റിലീസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മരിച്ചുപോയി, ഇതിന്റെ റിയൽ ലൈഫ് പേഴ്സൺ മരിച്ചുപോയി. അവർ അന്ന് ഉപയോഗിച്ച അതേ അവരുടെ ഒരു കുട്ടിക്കാലത്തെ ആ ഒരു ഡ്രസ്സും അവർ യൂസ് ചെയ്തിരുന്ന ഒരു സൈക്കിളാണ് ഈ സിനിമയിൽ ശരിക്കും യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതൊക്കെ വളരെയധികം കേൾക്കുമ്പോൾ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യങ്ങളായിരുന്നു. ആൻഡ് ഈ സിനിമയിൽ പല സ്ഥലങ്ങളിലും ഈവൻ ക്ലൈമാക്സിൽ പടം കഴിയുമ്പോൾ ഒരു സൗണ്ട് ട്രാക്ക് ഉണ്ട്. ആ ഒരു മസാക്കറിന്റെ ഒക്കെ അല്ലെങ്കിൽ ആ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നടന്നിട്ടുള്ള ഒരു കൂട്ടക്കൊലയുടെ ഒക്കെ കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ശരിക്കും ഒരു നരകത്തിലത്തെ സൗണ്ട് ട്രാക്ക് എന്നൊക്കെ പറയാം. കാരണം അമ്മ അതൊരു ഹൊറർ ഹൊറർ മൂവി കാണുന്ന ഒരു ഫീൽ ആയിരുന്നു. നമുക്ക് പെട്ടെന്ന് പോസ് ചെയ്യാനോ ഓഫ് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയിലാണ് ആ സംഭവം കൊണ്ടുപോയിട്ടുള്ളത്. ആൻഡ് സിനിമാറ്റോഗ്രാഫി, ഓരോ സീനുകളും അവര് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ട്. ആൻഡ് ഈ ജോനാഥൻ ഗ്ലേസർ തന്റെ ക്രൂവിനോട് പറഞ്ഞിരുന്നു പല സ്ഥലങ്ങളിലും ക്യാമറാസ് ഫിക്സ് ചെയ്ത് വെക്കണം. കാരണം ഒറ്റ ഒരു ആംഗിളിലും മാത്രം കാണിക്കാതെ ഈ ഒരു ഫാമിലിയുടെ മൂവ്മെന്റ്സ് പല ആംഗിളുകളിൽ നിന്ന് കാണിച്ച് ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ടെക്നിക്കാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ സിനിമയുടെ ശരിക്കുള്ള ഫസ്റ്റ് റോ ഫുട്ടേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ 800 hours ഉണ്ടായിരുന്നു സിനിമയുടെ ഒരു ഡ്യൂറേഷൻ. പക്ഷെ അത് ട്രിം ചെയ്ത് അവസാനം 1 മണിക്കൂർ 44 മിനിറ്റ് എന്നുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു. കാരണം ആ ഒരു ഡ്യൂറേഷൻ അത്രത്തോളം പോകുമ്പോഴും ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ഒരു ഇതിൽ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആൻഡ് ഈ ഒരു വീട്ടിൽ ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറെ സ്ത്രീകളെ കാണിക്കുന്നുണ്ട്. ആൻഡ് അങ്ങനെയുള്ള ഒരു സീനിൽ ഒരാൾ പുറത്തുനിന്ന് ഇവര് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബൂട്ട് ഇവിടുത്തെ ഒരു ഓഫീസേഴ്സ് ഈ റുഡോൾഫോസിന്റെ വീട്ടിലേക്ക് വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ അതിൽ ഒരാളുടെ ബൂട്ട് എടുത്ത് കഴുകുന്ന ഒരു സീൻ ഉണ്ട്. അതിൽ ബ്ലഡ് പറ്റി പിടിച്ചായിട്ട് കാണാം. ശരിക്കുള്ള ഒരു ഒറിജിനൽ ബ്ലഡ് ആ ഒരു സീനിൽ കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് ട്രിവ്യ അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെ ഒരുപാട് രീതിയിൽ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന കുറെ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ആൻഡ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ഏതാണെന്ന് വെച്ചാൽ ഈ റുഡോൾഫോസിന്റെ ഭാര്യയായിട്ടുള്ള ഹെഡ്വിഗ് ഹോസിന്റെ, സാന്ദ്ര ഹോളർ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ മദർ ഇവരുടെ ഒരു വീട്ടിലേക്ക് വിസിറ്റിന് വരും. ആ വിസിറ്റിൽ വരുമ്പോൾ അവിടെയുള്ള വീടിന്റെ പരിസരമൊക്കെ കാണിച്ചു കൊടുക്കും. ആ ഒരു ഗാർഡനിൽ പോയിട്ട് ഇതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, ഇന്ന പ്ലാന്റ് ആണ് അവിടെ നട്ടിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന ഒരു സീൻ ഉണ്ട്.
അറ്റ് എ ടൈം അപ്പുറത്ത് അതിനേക്കാളും ഹൊറിഫൈങ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഒരു മതിലിപ്പുറം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഒരു കളർഫുൾ ലൈഫ്. അത്രയും ആ ഒരു ഭീകരത ശരിക്കും ആ ഒരു സീനിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ആ സീനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ തന്നെയായിരുന്നു. ഇങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും ഭയങ്കര ആയിട്ടുള്ള ഹൊറിഫൈങ് ആയിട്ടുള്ള ഒരു സംഭവത്തിനെ ഇങ്ങനെ പിക്ചറൈസ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. പല സീക്വൻസിലും ഈവൻ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് റുഡോൾഫോസിന്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ക്രിസ്ത്യൻ ഫ്രീഡലും സാന്ദ്ര ഹുള്ളറും ഈ ഒരു സൈറ്റ് ശരിക്കും യുനെസ്കോന്റെ ഒരു പരിധിയിലാണ് ഈ ഇവരുടെ ഒറിജിനൽ ഹൗസ് ഇരിക്കുന്നത്. അവിടേക്ക് പോയി ഇതൊക്കെ കാണുന്ന സമയം പോലും ശരിക്കും ഇവർക്കൊരു അത്രത്തോളം ഒരു ഹൊറിഫൈങ് ഫീല് തന്നെയായിരുന്നു. കാരണം റിയൽ ലൈഫിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളുടെ ആ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളൊരു ഫീലായിരുന്നു. ആൻഡ് എന്തായാലും പടം കാണാത്തവരും മസ്റ്റ് ആയിട്ട് കാണുക. വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. സിനിമയെ കുറിച്ചിട്ട് അത്രത്തോളം ടെക്നിക്കൽ സൈഡ് എക്സ്പ്ലോർ ചെയ്യുന്നതും അല്ലെങ്കിൽ റെഫറൻസുകൾ എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ഈ സിനിമ പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു സമയത്തുള്ള അത്രയും ടോർച്ചറിങ് സീൻസ് കാണിക്കാതെ അല്ലെങ്കിൽ ഒരു വയലൻസ് കാണിക്കാതെ സൗണ്ടിലൂടെ അതെങ്ങനെ കാണുന്ന ഓഡിയൻസിന്റെ ആ ഒരു ഫീലിലേക്ക് അത്രത്തോളം കൂട്ടാം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. എന്തായാലും കണ്ടു നോക്കുക. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ മസ്റ്റ് ആയിട്ടും ഈ ഒരു ഐറ്റം കാണുക. സോ അൺടിൽ ദെൻ